الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي بتقوى الله. قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وسيق الذين كفروا إلى جهنم زمرا حتى إذا جاءوها فتحت أبوابها وقال لهم خزنتها ألم يأتكم رسل منكم يتلون عليكم آيات ربكم وينذرونكم لقاء يومكم هذا قالوا بلى ولكن حقت كلمة العذاب على الكافرين قيل ادخلوا أبواب جهنم خالدين فيها فبئس مثوى المتكبرين. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കനുസരിച്ച് അങ്ങേയറ്റം തെറ്റുവർത്തിക്കുവാൻ ആദ്യമായി എന്നോട് പോലെ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. മരണാനന്തരം പരലോകത്ത് ഹാജരാക്കപ്പെടുകയും വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുകയും നമ്മുടെ കർമ്മരേഖ സമർപ്പിക്കപ്പെടുകയും അവസാനം രക്ഷാശിക്ഷകൾക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയെ സംബന്ധിച്ചാണ് നാം നേരത്തെ കഴിഞ്ഞ കുത്തുകളിലൂടെ വിശദീകരിച്ചിട്ടുള്ളത്. സ്വർഗത്തിലുണ്ടാകുന്ന സുഖാനുഭവങ്ങൾ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതും ഒരു മനസ്സും ചിന്തിച്ചിട്ട് പോലുമില്ലാത്തതുമായ നമ്മുടെ ഭാവനകൾക്കും സങ്കല്പങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അപ്പുറമാണ് എന്നുള്ള കാര്യവും നമ്മൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. സ്വർഗാവകാശികളായ ആളുകൾ അവിടെ എത്തിച്ചേരുന്നു കാരണമായി തീരുന്ന അവരുടെ ഗുണവിശേഷങ്ങളെക്കുറിച്ചും നമ്മൾ സൂചിപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കിനി മനസ്സിലാക്കാനുള്ളത് പാപികളായ കുറ്റവാളികളായ ആളുകൾക്ക് ലഭ്യമാകുന്ന നരകശിക്ഷയെ, അതിൻ്റെ ഭയാനകതയെ, അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചാണ്. അവിടെ നരകത്തിൽ എത്തിപ്പെടാൻ ഇടയാക്കി തീരുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവർ പരിഹരിക്കുന്ന കാര്യങ്ങളുമാണ് നമുക്ക് പരിശോധിക്കുവാനുള്ളത്. പരിമിതമായ സമയത്തിൽ നിന്നുകൊണ്ട് ചുരുങ്ങിയ ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ വിവിധ അധ്യായങ്ങളിൽ ധാരാളം ആയത്തുകളിൽ നരകശിക്ഷയെക്കുറിച്ച്, അതിൻ്റെ ഭയാനകതയെക്കുറിച്ച്, അവിടുത്തെ സംഭവ വികാസങ്ങളെക്കുറിച്ചെല്ലാം നമ്മുടെ മുമ്പിൽ തുറന്നു പറയുന്നുണ്ട്. ഞാൻ ആദ്യമായി ശ്രദ്ധയിൽ കൊണ്ടുവന്നത് സൂറത്തുൽ സുമർ 39-ാമത്തെ അധ്യായം, അതിലെ 74 മുതലുള്ള വചനങ്ങളാണ്. വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറ, നരകത്തിലേക്ക് സത്യനിഷേധികളായിരിക്കുന്ന ആളുകൾ, അവിശ്വാസികളായിരിക്കുന്ന ആളുകൾ കൂട്ടം കൂട്ടമായി നയിക്കപ്പെടുന്ന ആ അവസ്ഥ അല്ലാഹു നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ആ സന്ദർഭത്തിൽ അവർ നരകത്തിൻ്റെ കവാടങ്ങളിൽ എത്തുമ്പോൾ അതിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. എന്നിട്ട് അതിൻ്റെ കാവൽക്കാർ അവരോട് ചോദിക്കുന്നു, അലൻ യഅ്തികും റുസുലുൻ മിൻകും യത്ലൂന അലൈക്കും ആയാതി റബ്ബിക്കും വയുൻദിറുനക്കും, നിങ്ങൾക്ക് ഇതിനു മുമ്പ് പ്രവാചകന്മാർ വന്നിട്ടില്ലായിരുന്നോ? ആ പ്രവാചകന്മാർ യഥാർത്ഥത്തിൽ അവൻ്റെ അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഓതിത്തരികയും നിങ്ങൾക്ക് താക്കീത് നൽകുകയും ഇങ്ങനെ ഒരു ദിവസത്തെ
യോമിക്കും ഹാദ, ഇങ്ങനെ ഒരു ദിവസത്തിൽ നിങ്ങൾ കണ്ടുമുട്ടേണ്ടി വരും എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടില്ലായിരുന്നുവോ എന്നാണ്. അപ്പോൾ അവർ മറുപടി പറയും, വല, അതെ, അല്ലെങ്കിൽ അല്ലാതെ, വലാക്കിൻ ഹഖത്ത് കലിമത്തുൽ അദാബി അലൽ കാഫിരീൻ, അള്ളാഹുവിൻ്റെ വചനം, അത് വാക്യം സത്യമായി, ആ ശിക്ഷ സത്യമായി നടപ്പാക്കപ്പെടുകയാണ് സത്യനിഷേധികളുടെ അവിശ്വാസികളുടെ മേൽ എന്ന് അവിടെ അള്ളാഹു സൂചിപ്പിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, ഖീല ദഖുലു അബ്വാബ ജഹന്നം, അവരോട് പറയപ്പെടും, നരകത്തിൻ്റെ കവാടങ്ങളിലൂടെ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക, ഖാലിദീന ഫീഹാ, അതിൽ നിത്യവാസികളായിക്കൊണ്ട്, ഫബിഇസ മസ്വൽ മുതകബ്ബിരീൻ, അഹങ്കാരികളായ ദുരഭിമാനികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മടക്കസ്ഥാനം എത്ര മോശമാകുന്നു എന്ന് അള്ളാഹു നോക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കുക. ഇവിടെ അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിരിക്കുന്ന സത്യയാഥാർത്ഥ്യങ്ങൾ നിഷേധിച്ചുകൊണ്ട്, ഇസ്ലാമിൻ്റെ വീക്ഷണം അനുസരിച്ചുകൊണ്ട്, എവിടെയെല്ലാം മാനവ സംസ്കാരം രൂപപ്പെടുകയും മാനവ നാഗരികത കെട്ടിപ്പടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടോ, എവിടെയെല്ലാം മനുഷ്യവാസം ഉണ്ടായിട്ടുണ്ടോ, അവിടെയൊക്കെ സത്യത്തിൻ്റെ സന്ദേശവുമായി പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ആകെ 25 പ്രവാചകന്മാരുടെ പേരെ പറയുന്നുള്ളൂ എങ്കിലും ലക്ഷക്കണക്കായ പ്രവാചകന്മാർ ഈ സത്യസന്ദേശവുമായി കടന്നു വന്നിട്ടുണ്ട് എന്നതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. അപ്പോൾ മനുഷ്യവാസമുണ്ടായിരുന്ന മാനവ നാഗരികതകൾ രൂപപ്പെട്ട മനുഷ്യ സംസ്കാരം ഉടലെടുത്തിരിക്കുന്ന മുഴുവൻ സ്ഥലങ്ങളിലും അള്ളാഹുവിൻ്റെ സന്ദേശവുമായി, സത്യസന്ദേശവുമായി പ്രവാചകന്മാർ കടന്നുപോയി. ആ പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യമാണ് ഇവിടെ ഖുർആൻ പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അവൻ്റെ ആയത്തുകൾ, അവൻ്റെ ലക്ഷ്യങ്ങൾ അവർക്ക് ഓതിക്കൊടുക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും അത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായ താക്കീത്, ഇങ്ങനെ ഒരു നരക ശിക്ഷയുണ്ട് എന്നുള്ള താക്കീത് നൽകുക എന്നുള്ളതാണ്. പ്രവാചകന്മാർ ബഷീറും നദീറുമാണ് എന്ന് പലയിടത്തും ഖുർആൻ പറഞ്ഞതായി കാണാൻ സാധിക്കും. സന്തോഷ വാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമാണ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്തയും നരകത്തെക്കുറിച്ചുള്ള താക്കീതുമാണ്. എന്നിട്ട് ചോദിക്കുന്നു, ഇങ്ങനെ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് കണ്ടുമുട്ടേണ്ടി വരും എന്ന് നിങ്ങളെ അവർ ബോധ്യപ്പെടുത്തിയിട്ടില്ലായിരുന്നു. ആ സന്ദർഭത്തിൽ അതിനെ നിഷേധിക്കാൻ കഴിയാതെ ബല ഇല്ലാതെ എന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്നാണ് അള്ളാഹു തുടർന്നുകൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് അവരോട് നിത്യവാസികളായി ആ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുവാൻ അള്ളാഹു കൽപ്പിക്കുന്ന രംഗമാണ് സൂറത്തു സുമറിലൂടെ അള്ളാഹു നമ്മുടെ മുമ്പിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി അവരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് സൂചിപ്പിക്കുന്നു. നോക്കൂ നമ്മൾ, ഫവൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ, സത്യനിഷേധം സ്വീകരിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ദിവസം നാശത്തിൻ്റെ ദിവസമായിരിക്കും എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. വമ്പിച്ച നാശമായിരിക്കും, വൈൽ എന്നാണ് സൂചിപ്പിച്ചത്. അല്ലദീന ഹും ഫീ ഹൗദിൻ യൽഅബൂൻ, അവർ യഥാർത്ഥത്തിൽ അനാവശ്യമായ കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നവരായിരുന്നു എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ അവർ ഒന്ന് കദ്ദിബീൻ, സത്യത്തെ നിഷേധിക്കുകയാണ് ചെയ്തിരുന്നത് എന്നുള്ളതും, മറ്റൊന്ന് അവർ ഭൗതികമായ സുഖങ്ങളിലും സൗകര്യങ്ങളിലും നേട്ടങ്ങളിലും ഇവിടെ ഉണ്ടാകുന്ന അനാവശ്യമായ വൃത്തികളിലുമൊക്കെ മുഴുകി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ചെയ്തിരുന്നത് എന്നാണ് ഫീ ഹൗദിൻ യൽഅബൂൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ജീവിത വീക്ഷണം, അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ ജീവിത രീതി, ഇതെല്ലാം ഭൗതികമായ എല്ലാ സുഖങ്ങളും ആസ്വദിക്കാൻ വേണ്ടി തോന്നിവാസങ്ങളിൽ മുഴുകി ജീവിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. യൗമ ഇലാ നാരി ജഹന്നം, അവർ നരകത്തിലേക്ക് തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അള്ളാഹു അവിടെ സൂചിപ്പിക്കുന്നു, നിങ്ങൾ കള്ളമാക്കിയിരുന്ന നരകമാണിത് എന്ന് അവരോട് പറയപ്പെടും. ആ പറയപ്പെടുന്ന ദിവസമായിരിക്കും അത് എന്നാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇവിടെ നരകത്തെ നിഷേധിച്ചുകൊണ്ട്, പരലോകത്തെ നിഷേധിച്ചുകൊണ്ട്, അതിനെ അവഗണിച്ചുകൊണ്ട്, അതിനെ വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ, നാളെ പരലോകത്ത് എത്തിപ്പെടുമ്പോൾ അള്ളാഹു ആ യാഥാർത്ഥ്യം നമ്മൾ മുന്നിൽ കാണുന്ന അവസരത്തിൽ, ഇതാ നിങ്ങൾ അന്ന് നിഷേധിച്ചിരുന്ന നരകമാണിത്. ഫസിഹറുൻ ആദ, നമുക്ക് അള്ളാഹുവിൻ്റെ വല്ലാത്തൊരു ചോദ്യമാണ്. ഇത് വല്ല മായാജാലവുമാണോ? നേരത്തെ നിങ്ങൾ മായാജാലമാണ്, പ്രവാചകന്മാർ അത്തരത്തിലുള്ള ജാലവിദ്യകളാണ്, അല്ലെങ്കിൽ അങ്ങനെ പല രൂപത്തിലും പ്രവാചകന്മാരെ കള്ളമാക്കി നിഷേധിച്ച് തള്ളിക്കളഞ്ഞ ആളുകൾ യഥാർത്ഥത്തിൽ നരകം നേർക്കുനേരെ കാണുകയും അവിടെ എത്തിപ്പെടുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ചോദ്യമാണ്, അഫസിഹറുൻ ഹാദ, അല്ല ഇത് വല്ല മായാജാലവുമാണോ? അം അൻതും ലാ തുബ്സിറൂൻ, അല്ല നിങ്ങൾ ഇപ്പോൾ കാണുന്നില്ലേ? യഥാർത്ഥത്തിൽ നേർക്കുനേരെ കണ്ണുകൊണ്ട് നരകം കാണുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുന്ന ദിവസം
ആ സന്ദർഭത്തെയാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഇസ്ലൗഹാ ഫസ്ബിറു അഫലാ തസ്ബിറു സവാഉൻ അലൈക്കും. നിങ്ങൾ ഈ നരകത്തിൽ കിടന്ന് എരിഞ്ഞുകൊള്ളുക, നിങ്ങൾ സഹിക്കുക അല്ലെങ്കിൽ ക്ഷമിക്കുക അല്ലെങ്കിൽ ക്ഷമിക്കാതിരിക്കുക. സവാഉൻ അലൈക്കും, രണ്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തുല്യമാണ്. ഇപ്പോൾ നിങ്ങൾ ക്ഷമിച്ചത് കൊണ്ടും കാര്യമില്ല, ക്ഷമിക്കാതിരുന്നത് കൊണ്ടും കാര്യമില്ല. അനുഭവിച്ചു കൊള്ളുക, കത്തിക്കരിഞ്ഞുകൊള്ളുക എന്ന് അവരോട് പറയപ്പെടും. ഇന്നമാ തുജ്സൗന മാ കുൻതും തഅമലൂൻ, ഇത് നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലമാകുന്നു എന്നാണ് അള്ളാഹു അവിടെ വിശദീകരിക്കുന്നത്. നമുക്ക് നമ്മൾ സൂറത്തുൽ ഖാഫിലെ 24 മുതലുള്ള വരെ അള്ളാഹു നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. അൽഖിയാ ഫീ ജഹന്നം, അവരെ നിങ്ങൾ നരകത്തിലേക്ക് ഇട്ടേക്കുക എന്നാണ്. ആ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ നയിച്ചു കൊണ്ടുവരുന്ന ഒരു മലക്കും സാക്ഷിയായ മലക്കും ഉണ്ടാകുമെന്ന് ഇതിന്റെ മുമ്പെയുള്ള ആയത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ തെളിച്ചു കൊണ്ടുവരുന്നവരും അതുപോലെ അവർക്ക് സാക്ഷിയായി വരുന്നവരുമായിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഇവിടെ ദ്വിവചന പ്രയോഗമാണ്. അൽഖിയ, നിങ്ങൾ രണ്ടുപേരും അവരെ ഇട്ടേക്കുക. ഫീ ജഹന്നം, നരകത്തിൽ. കുല്ല കഫാരിൻ അനീദ്, യഥാർത്ഥത്തിൽ സത്യനിഷേധികളായിരിക്കുന്ന ധിക്കാരികളായ മുഴുവൻ ആളുകളെ. ഇപ്പോൾ നരകത്തിൽ എത്തിപ്പെടാനുള്ള കാരണം സത്യനിഷേധമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെച്ചുകൊടുക്കുന്ന ധിക്കാര മനോഭാവമാകുന്നു എന്നാണ്. അള്ളാഹു തുടർന്നുകൊണ്ട് പറയുന്നു, മന്നാഇൻ ലിൽ ഖൈർ, അവർ നന്മ മുടക്കുന്നവരായിരുന്നു. മുഅ്തദിൻ, അതിക്രമകാരികളായിരുന്നു. മുലീം, സംശയാലുക്കളായിരുന്നു. ആലോചിച്ച് നോക്കൂ, ഇത്തരത്തിലുള്ള പല സ്വഭാവങ്ങളും നമ്മളിൽ വന്നു പോകുന്നുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശോധിക്കണം. സത്യത്തെ നിഷേധിക്കുക, സത്യത്തോട് ധിക്കാരം കാണിച്ചുകൊണ്ട് ജീവിക്കുക, നന്മക്ക് മുടക്കം സൃഷ്ടിക്കുക, അതിക്രമം, അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന അതിർത്തി വരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ജീവിക്കുക, ഇത്തരത്തിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം സംശയം വെച്ച് പുലർത്തുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നരകത്തിലെത്തിപ്പെടാൻ കാരണമായി തീരുന്നത്. അതുകൊണ്ട് നരകവാസികളായിരിക്കുന്ന ആളുകളുടെ ക്വാളിറ്റീസ് ആയിട്ട് അള്ളാഹു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കഫാറാണ്, സത്യനിഷേധികളാണ്, അനീതാണ്, ധിക്കാരികളാണ്, മന്നാഉൻ ലിൽ ഖൈറാണ്, നന്മയെ തടയുന്നവരാണ്, മുഅ്തദാണ്, അതിക്രമകാരികളാണ്, മുലീം, സംശയാലുക്കളാണ് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അല്ലദീ ജഅല മഅല്ലാഹി ഇലാഹൻ ആഖർ. ഇതിൻ്റെ ഒക്കെ അടിത്തറയായി വരുന്നത് ഏറ്റവും വലുത് ബഹുദൈവ വിശ്വാസമാണ്. അവർ അള്ളാഹുവിൻ്റെ കൂടെ മറ്റ് ഇലാഹുകളെ സ്വീകരിക്കുന്നവരായിരുന്നു എന്നാണ് അള്ളാഹുവോട് വിശദീകരിക്കുന്നത്. ശിർക്ക് നമുക്കറിയാം പൊറുക്കപ്പെടാത്ത പാപമാണ്. സ്വർഗം വിലക്കപ്പെടുകയാണ് ശിർക്ക് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അത്രയും വലിയ കുറ്റകരമായിരിക്കുന്ന കാര്യം അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന അവൻ്റെ ദാത്തിലാകട്ടെ സിഫാത്തിലാകട്ടെ ഏതെങ്കിലും നിലക്ക് പങ്കു ചേർക്കപ്പെടുന്ന അവസ്ഥ നമ്മിലുണ്ടായാൽ, പ്രവാചകന്മാരോട് പോലും അള്ളാഹു പറഞ്ഞിരിക്കുന്ന ഈ അഷറക്കാലും നീ അള്ളാഹുവിൽ പങ്കു ചേർത്താൽ നിങ്ങളുടെ പ്രവർത്തനം മുഴുവൻ നിഷ്ഫലമായി പോകും എന്നാണ്. നമ്മൾ എത്ര നല്ല കാര്യം ചെയ്താലും അതോടൊപ്പം ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നാൽ നമ്മുടെ എല്ലാ നന്മയും എല്ലാ പ്രവർത്തനങ്ങളും നിഷ്ഫലമായി തീരും. അമലും എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അത്രയും ഗൗരവകരമായി അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന സ്വഭാവമായിരുന്നു. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയുന്നു, അവരെ കഠിനമായ ശിക്ഷയിലിട്ടേക്കുക എന്നാണ് അവരോട് പറയുന്നത്. അപ്പോൾ അവർ കഠിനമായ ശിക്ഷ അവർക്ക് ഏർപ്പെടുത്താൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ അവരുടെ പങ്കാളിയായിട്ടുള്ള പിശാച് പറയുന്ന ഒരു രംഗം കൂടി ഖുർആൻ സൂറത്തുൽ ഖാഫിൽ വരച്ചു കാണിക്കുന്നുണ്ട്. ഖാല ഖരീനുഹു റബ്ബനാ മാ അത്വൈതുഹു. അവരുടെ പങ്കാളിയായിരുന്ന കൂട്ടാളിയായിരുന്ന, ഇവിടെ ഉദ്ദേശിക്കുന്നത് പിശാചാണെന്നാണ് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിശാച് പറയും, ഞങ്ങളുടെ നാഥ, ഞങ്ങൾ അവരെ വഴിതെറ്റിച്ചിട്ടില്ല. പിശാച് ഇതുവരെയുള്ള എല്ലാ കുതന്ത്രങ്ങളും തോന്നിവാസങ്ങളും വിശ്വാസുകളും ഒക്കെ ഉണ്ടാക്കി വഴിതെറ്റിച്ചതിന് ശേഷം അവിടെ എത്തുമ്പോൾ പറയും, അവരെ ഞങ്ങൾ വഴിതെറ്റിച്ചതല്ല, വലാകിൻ കാന ഫീ വലാലിൻ ബഈദ്, അവർ തന്നെ വിദൂരമായ ദുർമാർഗത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്ന് പിശാച് കൈമലർത്തുന്ന രംഗം കൂടി അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങൾ നമ്മൾ ആലോചിക്കണം. നമ്മളോട് പിശാചിൽ നിന്ന് ശരണം തേടാൻ അള്ളാഹു പലയിടങ്ങളിലും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കുല്ലഊദു ബിറബ്ബിൽ ഫലഖ്, കുല്ലഊദു ബിറബ്ബിൻ നാസ് എന്നൊക്കെ തുടങ്ങുന്ന നമ്മൾ മുഅവ്വിദത്താനി എന്ന് പറയാറുള്ള 2 സൂറത്തുകൾ നമ്മുടെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും നിർബന്ധമായ നമസ്കാരങ്ങൾക്ക് ശേഷവും കിടന്നുറങ്ങുമ്പോഴും ഒക്കെ പാരായണം ചെയ്യണം എന്ന് റസൂലുള്ളാഹി ഉപദേശിക്കുന്നു. അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മെ വഴിവേൽപ്പിക്കാൻ വേണ്ടി നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പിശാചിന്റെ പ്രവർത്തനങ്ങൾ.
ആ പിശാചിൽ നിന്നും നിരന്തരമായി നമ്മൾ അള്ളാഹുവിനോട് ശരണം തേടിക്കൊണ്ടിരിക്കണമെന്നാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പോലും പിശാചിൽ നിന്ന് നിങ്ങൾ ശരണം തേടണം എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പിശാച് നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി പല രൂപത്തിലും പല സന്ദർഭങ്ങളിലും ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് ഒരു ശത്രുവിനെ പോലെയല്ല പിശാച് ഒരിക്കലും കടന്നു വരിക, മിത്രത്തെ പോലെയാണ്. ആദം അലൈഹി ഇസ്ലാമിന്റെ സമീപത്ത് പോലും കടന്നു വന്ന രംഗം നമുക്കറിയാം. ആ സ്വർഗത്തിലെ വിലക്കപ്പെട്ട കൈ ഭക്ഷിക്കുന്നത് കൊണ്ട് നിനക്കിവിടെ ശാശ്വതമായ ജീവിതം ഉണ്ടാകും എന്ന സുപ്രതീക്ഷ നൽകിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആദം അലൈഹി ഇസ്ലാമിനെ സമീപിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടതാണ്, ഒരു എതിരാളിയെ പോലെ കടന്നു വരുന്നവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സ്നേഹിതനെ പോലെ കടന്നു വന്ന് നമ്മെ തന്ത്രപരമായി വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചികമായ ചിന്തകളിൽ നിന്നും നമ്മുടെ മനസ്സിനെ മുക്തമാക്കാൻ നമ്മൾ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അള്ളാഹു അതിന് മറുപടി പറയുന്നു, ഇന്ന് ഇപ്പോൾ എൻ്റെ അടുത്ത് നിങ്ങൾ വാദപ്രതിവാദവും തർക്കമൊന്നും നടത്തണ്ട. പിശാചാണ് തെറ്റിച്ചത്, അല്ല നിങ്ങൾ തെറ്റിയതാണോ, ഈ മാതിരിയുള്ള തർക്കമൊന്നായിട്ട് ഇപ്പം ഇങ്ങോട്ട് വരേണ്ടതില്ല. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാത്തി നൽകിയിട്ടുണ്ട്, നേരത്തെ കൃത്യമായി ഇതൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഇവിടെ വെച്ച് നിങ്ങൾ തർക്കിക്കേണ്ടതില്ല, ആ തർക്കം കൊണ്ടൊരു പ്രയോജനവുമില്ല എന്ന് പറയുകയാണ്. അള്ളാഹു പറയും, എൻ്റെ വാക്കിലൊരു മാറ്റവും ഉണ്ടാവില്ല. ഞാൻ നേരത്തെ നിങ്ങൾക്ക് നൽകിയ താക്കീതാണ്, അത് യഥാർത്ഥമായി പുലരുക തന്നെ ചെയ്യും. ഞാൻ ഒരടിമയോട് ഒട്ടും അനീതി കാണിക്കുകയുമില്ല എന്ന് അള്ളാഹു പറയും എന്നാണ്. എന്നിട്ട് അള്ളാഹു ജഹന്നം, ആ നരകത്തോട് ചോദിക്കും എന്നാണ്. എന്താണ് യൗമ നഖൂലു ലി ജഹന്നം, നാം നരകത്തോട് ചോദിക്കും, ഹലിം തലഅത്, നരകമേ നീ നിറഞ്ഞുവോ. നമുക്ക് നമ്മൾ അള്ളാഹുവിന്റെ ചോദ്യം നരകത്തോട്. ജിന്നുവർഗത്തിലും മനുഷ്യവർഗത്തിലും പെട്ട കുറ്റവാളികളായ ആളുകളെ കൊണ്ട് നരകം നിറയ്ക്കുമെന്ന അള്ളാഹുവിന്റെ ആ യാഥാർത്ഥ്യം, ആ പ്രസ്താവന യാഥാർത്ഥ്യമായി തീരുമ്പോൾ ഹൗസ്ഫുൾ ആണോ എന്ന് നരകത്തോട് ചോദിക്കുന്ന ഭയാനകമായ രംഗമാണ് അള്ളാഹു ഇവിടെ വരച്ചു കാണിക്കുന്നത്. അപ്പം അള്ളാഹു പറയും, അള്ളാഹുവിനോട് നരകം പറയും, ഹൽ മിൻ മസീദ്, അല്ല ഇനി വല്ലതും ഉണ്ടോ, ഇനി ആരെങ്കിലും എവിടെയെങ്കിലും ബാക്കിയുണ്ടോ. ഇവിടെ കൊള്ളാത്ത പ്രശ്നമില്ല, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം ഹൗസ്ഫുൾ ആയതുകൊണ്ട് പുറത്തായി പോകുന്ന വിഷയവുമില്ല. എപ്പോൾ അതിൻ്റെ ഗൗരവമാണ് അള്ളാഹു നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. എത്ര ഗൗരവത്തോടു കൂടി അതിൻ്റെ ഭയാനകതയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുക. ഇനി നരകത്തിൽ എത്തിപ്പെടുന്ന ആളുകളുടെ മറ്റൊരവസ്ഥ നോക്കും. പിശാചുമായുള്ള തർക്കം നമ്മൾ നേരത്തെ കണ്ടു. മറ്റൊരു തർക്കം ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 66-ാമത്തെ വചനത്തിൽ നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്, യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ, അവരുടെ മുഖം നരകത്തിൽ യഥാർത്ഥത്തിൽ കീഴ്മേൽ മറിക്കപ്പെടുന്ന സന്ദർഭം. യഖൂലൂന യാ ലൈതനാ അതഅനാല്ലാഹ വഅതഅനാർ റസൂല, അവർ അപ്പോൾ പറയും, ഞങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. എന്നാൽ വഖാലൂ റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ ഫഅളല്ലൂന സബീല, അവർ ആ സന്ദർഭത്തിൽ പരിഹരിക്കുകയാണ്, ഞങ്ങളുടെ നാഥ, ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെയും പണ്ഡിതന്മാരെയും അതുപോലെ ഉന്നതന്മാരായിരിക്കുന്ന ആളുകളെയും ഒക്കെയാണ് അനുസരിച്ചിരുന്നത്, അവർ ഞങ്ങളെ വഴിതെറ്റിക്കുകയാണ് ചെയ്തത്. നേരത്തെ പിശാചാണ് തെറ്റിച്ചത് എന്ന് പറയുമ്പോൾ പിശാച് അതിനെ നിഷേധിക്കുന്ന രംഗം നമ്മൾ കണ്ടു. മറ്റൊരു രംഗമാണ് അല്ലാഹു ഇവിടെ വരച്ചു കാണിക്കുന്നത്. നരകത്തിൽ മുഖം കീഴ്മേൽ മറിക്കപ്പെടുന്ന അത്രയും ഭയാനകമായിരിക്കുന്ന ആ ശിക്ഷ അനുഭവിക്കുന്ന സന്ദർഭത്തിൽ നരകവാസികൾ ഓർക്കുകയാണ്, ഞങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷേ ഞങ്ങൾ അനുസരിച്ചത് ഞങ്ങളുടെ സമൂഹത്തിലെ നേതാക്കന്മാർ അതുപോലുള്ള ആളുകളെ ആയിരുന്നു, ആ പ്രമുഖന്മാരായിരിക്കുന്ന നേതാക്കന്മാരായിരിക്കുന്ന ആളുകളെയാണ്, അവർ ഞങ്ങളെ വഴിതെറ്റിച്ചതാണ്. എന്നിട്ട് പറയും, റബ്ബനാ ആതിഹിം ളൈഫൈനി മിനൽ അദാബ് വൽഅൻഹും ലഅനൻ കബീറ, എന്നിട്ട് അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കുവാൻ വേണ്ടി ആ സന്ദർഭത്തിൽ അവർ പറയുകയും ചെയ്യും, അവർക്ക് കഠിനമായ ശാപമുണ്ടാകട്ടെ എന്നൊക്കെ ആ സന്ദർഭത്തിൽ കഴിയുകയും. അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടുപേർക്കും അതിൻ്റെതായ ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു മറുപടി പറയുകയും ചെയ്യും എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ ആലോചിക്കേണ്ടത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്ന്, അള്ളാഹു നമുക്ക് സന്ദേശങ്ങൾ എത്തിച്ചു തന്നിട്ടുണ്ട്, പ്രവാചകന്മാർ നമുക്ക് ആ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചു തന്നിട്ടുണ്ട്.
അവർ നമുക്ക് നൽകിയിരിക്കുന്ന താക്കീതിനെ കുറിച്ച്, പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മയോടുകൂടിയായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായും ഉണ്ടായിത്തീരുന്ന അവസ്ഥാവിശേഷമാണ് പിശാച് നമ്മളെ വഴിതെറ്റിക്കും. മനുഷ്യവർഗത്തിൽപ്പെട്ട പിശാചുക്കൾ, അതാണ് ജിന്നത്തി വന്നാസ് എന്ന് നമ്മൾ സൂറത്തുൽ നാസിൽ പറയാം. നമ്മുടെ നേതാക്കന്മാരും പ്രമുഖന്മാരും പണ്ഡിതന്മാരും ഒക്കെ വിശുദ്ധ ഖുർആനിനെ പോലും വളച്ചു വെച്ചുകൊണ്ട് തെറ്റായ മാർഗത്തിലേക്ക് നമ്മൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ദാരുണമായിരിക്കുന്ന രംഗം നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. അവിടെയൊക്കെ നമുക്ക് തിരിച്ചറിവുണ്ടാകും. അള്ളാഹു നമുക്ക് ഇറക്കി തന്ന വേദഗ്രന്ഥത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ആ അധ്യാപനങ്ങൾക്കനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തണം. നാളെ പരലോകത്ത് കടന്നു ചെന്നതിന് ശേഷം പിശാചിനെ കുറ്റപ്പെടുത്തിയിട്ടോ നേതാക്കന്മാരെ കുറ്റപ്പെടുത്തിയിട്ടോ പ്രമുഖന്മാരെ കുറ്റപ്പെടുത്തിയിട്ടോ യാതൊരു രക്ഷയും ഉണ്ടാവില്ല. അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന ബുദ്ധിയും ചിന്താശക്തിയും കഴിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾക്കനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇവിടെ നിർവഹിക്കാനുള്ള ദൗത്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളെല്ലാ വെള്ളിയാഴ്ചയും കേൾക്കാറുണ്ട് സൂറത്തുൽ ഹാഷിയ. ഹദീസുൽ ഹാഷിയ വജൂഹുൻ യൗമഇദിൻ ഹാഷിഅ ആമിലത്തുൻ നാസിബാ തുസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ ലൈസ ലഹും തുആമുൻ ഇല്ലാ മിൻ ദരീർ എന്നൊക്കെ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കും. എന്താ ഇതിൽ പറയുന്നു? നമ്മൾ ആലോചിച്ച് നോക്കി. മൂടുന്ന സംഭവത്തിന്റെ വർത്തമാനം നിങ്ങൾക്ക് വന്നുവോ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. അല്ലാത്ത ഹദീസുൽ ഹാഷിയ വജൂഹുൻ യൗമഇദിൻ ഹാഷിഅ, അന്ന് ചില മുഖങ്ങൾ വളരെ വിനയാന്വിതമായി കടന്നു വരും. ആരാണവർ? ആമിലത്തുൻ നാസിബ, പ്രവർത്തിച്ച് ക്ഷീണിച്ചിരിക്കുന്നു എന്നാണ്, അധ്വാനിച്ച് തളർന്നിരിക്കുന്നു എന്നാണ്. ഒന്നും ചെയ്യാത്തവരല്ല, ഒന്നും പ്രവർത്തിക്കാത്തവരല്ല, ഒരു അമലും ഇല്ലാത്തവരല്ല. അത് നമ്മൾ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ആമിലത്തുൻ നാസിബ, അവർ അധ്വാനിച്ച് പ്രവർത്തിച്ച് ക്ഷീണിച്ചിരിക്കുന്നു എന്നാണ് അല്ലാഹു പറഞ്ഞത്. പക്ഷെ അവരുടെ ഫലമെന്താ? തുസ്ലാ നാറൻ ഹാമിയ, ചൂടേറിയ അഗ്നിയിൽ കിടന്ന് എരിയേണ്ടി വരും. അവിടെയുള്ള നൽകപ്പെടുന്ന വെള്ളം അത് അത്യുഷ്ണമുള്ളതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ വിശദീകരിക്കുകയാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അള്ളാഹു നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ആ കാര്യം ആമിലത്തുൻ നാസിബ എന്ന് പറഞ്ഞിട്ട് തുസ്ലാ നാറൻ ഹാമിയ എന്ന് പറയുമ്പോൾ നമ്മൾ കേവലം കുറെ പ്രവർത്തിച്ചിരിക്കുന്നു, ഞാൻ എന്തൊക്കെയോ ചെയ്തിരിക്കുന്നു, ഞാൻ അധ്വാനിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സമാധാനപ്പെടാൻ നിവൃത്തിയില്ല. മറിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യം ശരിയായിരിക്കണം, അത് പ്രമാണബന്ധിതമായിരിക്കണം, ഖുർആനിന്റെയും പ്രവാചക അധ്യാപനങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കണം. അല്ലാതെ ഞാൻ കുറെ എന്തൊക്കെയോ ചെയ്തു, നല്ലതാണെന്ന് ഞാൻ വിചാരിച്ചു എന്നതുകൊണ്ട് കാര്യമില്ല. നല്ലത് തീരുമാനിക്കേണ്ടത് ഞാനും നിങ്ങളുമല്ല, അല്ലാഹുവും റസൂലുമാണ്. അതുകൊണ്ട് ആ ഉപദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് അവരെ അനുസരിച്ചുകൊണ്ട് അവരുടെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിക്കുക എന്നുള്ളതാണ് നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ രൂപത്തിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധയോടുകൂടി നമ്മൾ ജീവിക്കുക. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി കൈമറത്തുവാൻ സാധ്യമല്ലാത്ത വിധം നമ്മൾ ജീവിക്കുന്ന കാലത്ത് നമ്മുടെ കടമയും കടപ്പാടും കൂടി നിർവഹിച്ചാൽ പരലോകത്ത് നരകത്തിൽ രക്ഷപ്പെടാൻ സാധിക്കും. അള്ളാഹു നമ്മെ എല്ലാം നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. Alhamdulillah rabbil alamin, wassalatu wassalamu ala rasulil amin wa ala alihi wa sahbihi ajma'in, amma ba'd. Ayyuhal ikhwan wal akhwat, usikum wa iyyakum bittaqwallah. Qala Allah ta'ala fi Qur'anil karim, a'udzu billahi minasy syaithanir rajim, bismillahir rahim. Innal ladzina kafaru bi ayatina sawfa nuslihim naran kullama nadijat juluduhum baddalnahum juludan ghayraha liyadhuqul adhaba innallaha kana azizan hakima. ബഹുമാന്യരായ സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹുവിന്റെ വിധിവിലക്കനുസരിച്ചാണ് ഏറ്റവും കൂടെ ജീവിക്കുവാൻ ഒന്നുകൂടി എന്നെയും നിങ്ങളെയും വസിച്ചു. ഇപ്പോൾ നരകത്തിൽ എത്തിപ്പെടുമ്പോഴുണ്ടാകുന്ന അവസ്ഥ, അവിടെ നേതാക്കന്മാരെയും പിശാചിനെയും എല്ലാം കുറ്റപ്പെടുത്തി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതൊരു രക്ഷയുണ്ടാവില്ല. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുക മാത്രമാണ് മാർഗം എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ആ നരകത്തിന്റെ ഗൗരവം ഇവിടെയൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കരുത്. ഒന്ന് മരിച്ചു കിട്ടിയാൽ കഴിച്ചിലാവാം എന്ന് നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ നരകത്ത് നിന്ന് കത്തി കഴിഞ്ഞു പോയാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല, രക്ഷപ്പെടും എന്ന് വിചാരിക്കാവുന്ന ന്യായം പോലുമില്ല. അള്ളാഹുവിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്തി. ഇന്നലെ കഫറു, സത്യനിഷേധികളായിരിക്കുന്ന ആളുകൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നാരൻ, അവർ ആ നരകത്തിൽ കിടന്ന് കരിയുന്നതാണ്, അവരെ കരിക്കുക എന്ന് നാം പറയുന്ന രംഗം
എന്നിട്ട് പറഞ്ഞു അവരുടെ തൊലി വെന്തുരുകി നശിച്ചതിന് ശേഷം വീണ്ടും തൊലി നൽകപ്പെടുകയാണ്. അതാണ് ഖാലിദീന ഫീഹ. അതിൽ നിത്യവാസികളായിരിക്കുന്നതാണ്. കത്തിക്കരിഞ്ഞത് വെണ്ണീരായ രക്ഷപ്പെടാം, അതിന് പറ്റുന്നില്ല. വീണ്ടും അതിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും തൊലി നൽകപ്പെടുകയും വീണ്ടും മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യും എന്നാണ്. അവർ ആ ശിക്ഷ ആസ്വദിക്കുന്നതിന് വേണ്ടി എന്നാണ് അള്ളാഹുവിന്റെ പ്രയോഗം. അതൊരു പ്രയോഗമാണ്, അതൊരു ആസ്വാദനമല്ല എന്ന് നമുക്കറിയാം. ആ ഗൗരവം അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ട് പറഞ്ഞു ഇന്നല്ലാഹ കാന അസീസൻ ഹകീമ, അള്ളാഹു പ്രതാപവാനും യുക്തിമാനുമാകുന്നു എന്നാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ സാധാരണ കേൾക്കാറുള്ളത് തുമ്മലാ യമൂതു ഫീഹാ വലാ യഹ്യ. പിന്നെ അവിടെ മരണമില്ല, ജീവിതവുമില്ല. മരണിച്ച് രക്ഷപ്പെടാനും കഴിയില്ല, ജീവിതമൊന്നും പറയാനുമില്ല. അത് രണ്ടുമില്ലാത്ത ഒരവസ്ഥ. യമൂതു ഫീഹാ വലാ യഹ്യ, ജീവിക്കുകയില്ല മരിക്കുകയുമില്ല എന്ന് പറയുന്ന ആ ഒരവസ്ഥയായിരിക്കും ആ നരകശിക്ഷയുടെ രൂപം. അതിന്റെ ഗൗരവം അള്ളാഹു നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല നാറുക്കും ജുസ്ഉം മിൻ 70 ജുസ്അ. നിങ്ങൾ ഈ ലോകത്ത് ഭൗതികമായ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തിയായ ചൂട് ഏതാണോ, നമുക്ക് ദുനിയാവിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ചൂട്, എല്ലാം ഉരുക്കിക്കളയാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ചൂട് ഏതാണോ ആ ചൂട്, അത് നരകത്തിന്റെ ചൂടുമായി താരതമ്യം ചെയ്താൽ അതിന്റെ 70 ഒരു അംശം മാത്രമേ വരികയുള്ളൂ. ബാക്കി 69 ഇരട്ടിയും അവിടെ കിടക്കുക. സാധാരണ തീയുടെ അടുത്തേക്ക് തന്നെ പോകാൻ നമുക്ക് സാധ്യമല്ല. പിന്നെ ഈ ദുനിയാവിൽ ഉരുക്കുപോലും ഉരുക്കിക്കളയുന്ന അതിശക്തമായിരിക്കുന്ന ജ്വാല അല്ലെങ്കിൽ ചൂട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും വലിയ ചൂട് ഏതാണോ ആ ചൂടിനെ അള്ളാഹു ഉപമിച്ചിരിക്കുന്നത് നരകത്തിന്റെ ചൂടിന്റെ 70 ഒരു അംശം മാത്രമേ വരുന്നുള്ളൂ എന്നാണ്. അപ്പൊ അത്രയും ഭയാനകമായിരിക്കുന്ന നരകം. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് നീ പറയുക, നരകാഗ്നി എന്ന് പറയുന്നത് ഏറ്റവും കഠിനമായ ചൂടാണ്. നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, കാര്യം ഗ്രഹിച്ചിരുന്നെങ്കിൽ. അതുകൊണ്ട് തന്നെ ആ വലിയ ഭയാനകമായിരിക്കുന്ന നരകശിക്ഷയെക്കുറിച്ച് നമ്മൾ ഓർക്കുകയും അതിൽ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം. മാത്രമല്ല അതോടൊപ്പം നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പരമകാരുണികനായ പടച്ച തമ്പുരാന്റെ ഭക്തന്മാരുടെയായ ഗുണവിശേഷം വിശദീകരിക്കുമ്പോൾ അള്ളാഹു പറയുന്നു വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം. അവർ പറയുന്നവരാണ് അഥവാ പ്രാർത്ഥിക്കുന്നവരാണ്, ഞങ്ങളുടെ നാഥ നരകശിക്ഷയിൽ നിന്നും നീ ഞങ്ങൾ ഒഴിവാക്കി തരണമേ. ഇന്ന അദാബഹ കാന ഗറാമ, അത് വിട്ടൊഴിയാത്ത ശിക്ഷയായിരിക്കും, രക്ഷപ്പെടാൻ കഴിയാത്ത വിട്ടൊഴിയാത്ത ശിക്ഷയാണ്. അതുകൊണ്ട് ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമ, അത് ഏറ്റവും മോശമായിരിക്കുന്ന പാർപ്പിടവും താവളവുമാണ്. അതുകൊണ്ട് ആ നരകശിക്ഷയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തണമേ എന്ന് ഇബാദുർ റഹ്മാൻ പരമകാരുണ്യന്റെ ഭക്തന്മാരുടെ ഗുണവിശേഷങ്ങൾ വിശദീകരിക്കുമ്പോൾ സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു. ചില ആളുകൾ ദുനിയാവിലെ നന്മക്ക് വേണ്ടി ചോദിക്കുന്ന, അവർക്ക് പരലോകത്ത് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു وَمِنْهُمْ مَنْ يَقُولُ رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ. അവരിൽ ചില ആളുകളുണ്ട്, ഞങ്ങളുടെ നാഥ ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ നന്മ തരണമേ, പരലോകത്തും നന്മ തരണമേ, നരകശിക്ഷയിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ. ഉലൈക ലഹും നസീബും മിമ്മാ കസബൂ, അവർക്ക് അവർ സമ്പാദിച്ചതനുസരിച്ച് അതിന്റെ ഓഹരി പരലോകത്ത് ലഭിക്കും. അല്ലാഹു ശരീഉൽ ഹിസാബ്, അള്ളാഹു വളരെ വേഗം കണക്ക് നോക്കുന്നവനാണ്. അപ്പൊ അവിടെയും നമുക്ക് മനസ്സിലാക്കാനുണ്ട് നരകത്തിൽ നിന്ന്. അതാണോ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഏറ്റവും കൂടുതൽ നടത്തിയിരുന്ന പ്രാർത്ഥനയാണ് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. തവാഫിൽ പ്രധാനമായും റുക്നുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെയുള്ള ആ നടത്തത്തിൽ പ്രവാചകൻ ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനയും അതായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നരകശിക്ഷയിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാകുമെന്ന് നമുക്കറിയാം. നമസ്കാരത്തിൽ അത്തഹിയ്യാത്തിൽ നമ്മൾ ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന കൂടെ നമ്മൾ പറയുന്നുണ്ട് നരകശിക്ഷയിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തണം. അപ്പൊ നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട, ഓർമ്മിക്കേണ്ട പ്രാർത്ഥനയാണ്
നരകശിക്ഷയിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഭയാനകത മനസ്സിലാക്കിക്കൊണ്ട് ആ നരകശിക്ഷയിൽ മോചനത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക, നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും എല്ലാം ആ ഭയാനകമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ വന്നു പോയിരിക്കുന്ന എല്ലാ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു മാപ്പാക്കുമാറാകട്ടെ. കുടുംബസമേതം സ്വർഗപ്രവേശനം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പ്രദേശത്ത് നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന വീട്ടുകാട്ടിൽ പക്കുക്ക കഴിഞ്ഞ ദിവസം മരണപ്പെട്ട വിവരം നമുക്കറിയാം. അള്ളാഹു അദ്ദേഹത്തിനും അതുപോലെ നമ്മുടെ പൂർവികരായ നമുക്ക് ഈ തൗഹീദിന്റെ വെളിച്ചം ഈ പ്രദേശത്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ സഹപ്രവർത്തകൻ നമ്മുടെ പള്ളിയിൽ എന്നുമുണ്ടാകുന്ന ചന്ദ്രവത്ത് റസാഖ് സാഹിബിന്റെ സഹോദരി ഇന്ന് നഫീസ ഇന്ന് മരണപ്പെട്ട വിവരവും നമുക്കറിയാവുന്നതാണ്. അവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മഹല്ലുമായി ബന്ധപ്പെട്ട ഒരു സഹോദരൻ രോഗം കൂട്ട് പ്രയാസപ്പെടുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ രോഗം പൂർണ്ണമായി ശരിയാക്കി കൊടുക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മറ്റ് സഹോദരങ്ങൾക്കും അള്ളാഹു ശിഫ നൽകുകയും ആരോഗ്യത്തോടുകൂടിയുള്ള ആയുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. കുടുംബക്കാർ, സ്വന്തക്കാർ, ബന്ധുക്കൾ, മോമിനുകൾ, മുനാത്തുകൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെയും നമ്മെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പടച്ചു തമ്പുരാൻ ആശ നൽകുമാറാകട്ടെ. നമുക്കും സമാധാനപരമായ സ്വസ്ഥമായ ഒരു ജീവിതം നമ്മുടെ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് നിലനിൽക്കുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ-അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വ ലിവാലിദിനാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സിഗ്ഹാറ. അല്ലാഹുമ്മ അഹ്യിനാ ലിൽ കിതാബി വസ്സുന്നാ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.